അത് ഈ ചുറ്റും നാട്ടുകാരുൾപ്പെടെ വലിയ രീതിയിൽ കൂടി നിൽക്കുന്നുണ്ട്. എന്നാൽ അത്തരമൊരു പ്രശ്നത്തിലേക്ക് കടക്കാതിരിക്കാൻ പോലീസ് സർവ്വസജ്ജമായി തന്നെ എല്ലാ സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതി ചെന്താമരയുമായി ഇതാ പോലീസ് ഈ ബോയിൻ കോളനിയിൽ എത്തിയിരിക്കുന്നു. ഇരട്ട കൊലപാതകം അതിക്രൂരമായി സുധാകരനെയും 78 വയസ്സുള്ള ലക്ഷ്മി അമ്മയെയും അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി, അതും ഒരു പ്രകോപനവും ഇല്ലാതെ വെറും അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഒരു കുടുംബത്തെ ഒന്നാകെ ഇല്ലാതാക്കിയ പ്രതി ചെന്താമര, അതിക്രൂര പ്രതി ചെന്താമര ഇതാ സൈക്കോ ക്രിമിനൽ ഇതാ ഇപ്പോൾ ബോയിൻ കോളനിയിൽ എത്തിച്ചിരിക്കുന്നു. പോലീസ് അതീവ സുരക്ഷയോടുകൂടി വലിയ രീതിയിലുള്ള വലയത്തിൽ ഇതാ ഇപ്പോൾ പ്രതിയെ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുകയാണ്. ഈ ബോയിൻ കോളനിയിൽ നാട്ടുകാരുൾപ്പെടെ ഇവിടെ എത്തി തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഉടൻ തന്നെ തെളിവെടുപ്പിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. എന്തായാലും ഈ നാടൊന്നാകെ ഇത്രയും കാലം പേടിച്ചിരുന്ന ഒരു പ്രതി, ഒരു സൈക്കോ ക്രിമിനൽ 2019 ഒരു കൊലപാതകം നടത്തി ജാമ്യത്തിലിറങ്ങിയ പ്രതിയാണ്. അതിനുശേഷം അതിക്രൂരമായി 2 മനുഷ്യരെ വെട്ടിക്കൊലപ്പെടുത്തി 2 പെൺമക്കളെ അനാഥരാക്കിയ ആ കൊടും കുറ്റവാളി ഇതാ ഇപ്പോൾ തെളിവെടുപ്പിനായി ബോയിൻ കോളനിയിൽ പ്രതിയെ എത്തിച്ചിരിക്കുന്നു. ഇപ്പോഴും പ്രതിയുടെ മുഖത്ത് ഒരു കൂസലുമില്ലാതെ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഈ പ്രതിയെ പിടികൂടിയ സമയത്ത് ഒരു കൂസലുമില്ലാതെ അല്ലെങ്കിൽ ഒരു കുറ്റബോധവും ഇല്ലാതെയായിരുന്നു. അത് പോലീസ് തന്നെ വ്യക്തമാക്കിയതാണ്. ഇപ്പോഴും അതേ ഭാവത്തോടു കൂടി, അതായത് ഒരു പ്രശ്നവുമില്ലാത്ത തരത്തിൽ, ഒരു പോലും കുറ്റബോധമില്ലാത്ത തരത്തിൽ തന്നെയാണ് പ്രതി ഇപ്പോഴും ഉള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ തെളിവെടുപ്പ് നടക്കും. പ്രതി ഇപ്പോൾ ഈ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക്, അതായത് സുധാകരനെ, ഇരുചക്ര വാഹനത്തിലെത്തിയ സുധാകരനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഈ വീടിന് മുന്നിൽ വെച്ചാണ് പ്രതി അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. 6 മുറിവുകൾ, അതായത് ആഴത്തിലുള്ള 6 വെട്ടുകളാണ് സുധാകരനെ ഈ പ്രതി വെട്ടിയത്. അവിടെ വെച്ചാണ് ആദ്യത്തെ തെളിവെടുപ്പ് നടക്കുക. അതിനുശേഷം ലക്ഷ്മി അമ്മയെ കൊലപ്പെടുത്തിയ തൊട്ടടുത്തുള്ള സ്ഥലത്ത് തന്നെ, അതായത് 16 മുറിവുകൾ, അതും മരണം ഉറപ്പിക്കാൻ വേണ്ടി തലയിലടക്കം വെട്ടി ആ കൊലപാതകം ഉറപ്പിച്ച പ്രതിയാണ് അതിക്രൂരനായ സൈക്കോ ക്രിമിനൽ. അല്പസമയത്തിനകം തന്നെ തെളിവെടുപ്പ് നടക്കും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയോടെയാണ് പ്രതി ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ഈ നാട്ടുകാർ ചുറ്റും തടിച്ചുകൂടിയിട്ടുണ്ട്. കാരണം അത്രയധികം രോഷം അവർക്ക് ഈ പ്രതിയോടുണ്ട്. ഈ 2019 ഒരു കൊലപാതകം നടത്തുന്നു. അതേ കേസിൽ ജയിലിൽ കഴിയവേ ജാമ്യത്തിലിറങ്ങിയാണ്. വിചാരണ പോലും തുടങ്ങുന്നതിന് മുൻപ് ജാമ്യത്തിലിറങ്ങിയാണ് മറ്റു 2 പേരെയും, അതായത് 2019 കൊലപ്പെടുത്തിയ സജിതയുടെ ഭർത്താവിനെയും അമ്മയെയും അതിക്രൂരമായി വീണ്ടും വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഒരുപക്ഷെ അന്ന് സുധാകരന്റെ മക്കൾ ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അവരെ പോലും പ്രതി കൊല്ലുമായിരുന്നു. വീണ്ടും പിടിയിലായിട്ട് പോലും ഇനിയും കൊലപാതകങ്ങൾ ചെയ്യാനുണ്ട്. ഈ പ്രദേശവാസികളെ അടക്കം 5 പേരെ, സ്വന്തം ഭാര്യയെയും മകളെയും അടക്കം 5 പേരെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു എന്നതടക്കം പ്രതി വ്യക്തമാക്കിയതാണ്. നേരത്തെ തന്നെ ആയുധം വാങ്ങി ഈ നാട്ടുകാരെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തി നടന്നിരുന്ന ഒരു പ്രതിയാണ്. വളരെ ക്രൂരമായി 1-2 തവണയല്ല, ഒരു പ്രകോപനവും ഇല്ലാതെ ഒന്നിലധികം തവണ 6 തവണയൊക്കെ വെട്ടിക്കൊലപ്പെടുത്തിയ ഈ പ്രതി ഒരു കൂസലുമില്ലാതെ ഇപ്പോഴും ഈ തെളിവെടുപ്പിന് എത്തിച്ച സമയത്ത് പോലും ഒരു കൂസലുമില്ലാതെ തന്നെ ഈ ബോയിൻ കോളനിയിൽ പ്രതിയുടെ വീടിന് മുമ്പിൽ നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനുള്ളത്. എന്തായാലും ഈ പ്രതി, അയാൾക്ക് ഏറ്റവും വലിയ ശിക്ഷ അത് ഉറപ്പാക്കണമെന്ന് തന്നെയാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. കാരണം ഒരു ഘട്ടത്തിൽ പോലും ഈ പ്രതിക്ക് കുറ്റബോധം ഉണ്ടായിട്ടില്ല. റിമാൻഡ് റിപ്പോർട്ടിലടക്കം അത് വ്യക്തമാക്കിയതാണ്. ഈ പ്രതി പിടിക്കപ്പെട്ടപ്പോൾ പോലും പ്രതി സന്തോഷവാനായിരുന്നു. പ്രതിക്ക് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അതല്ലെങ്കിൽ മറ്റ് ഒരു തരത്തിലുള്ള കുറ്റബോധം, ഒരു പ്രകോപനമോ ഉണ്ടായിരുന്നില്ല. ആസൂത്രിതമായ കൊലപാതകമായിരുന്നു. അത് റിമാൻഡ് റിപ്പോർട്ടിലടക്കം വ്യക്തമാക്കിയതാണ്. സ്വന്തം ഭാര്യ പിണങ്ങിപ്പോയത് ഈ തൊട്ടടുത്ത അയൽവാസിയായ സജിതയും കുടുംബവും അവർ നടത്തിയ കൂടോത്രമാണ് അതിന് കാരണമെന്ന് വിശ്വസിച്ച് വെറും അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഒരു കുടുംബത്തെ ഒന്നാകെ ഇല്ലാതാക്കിയ പ്രതിയാണ്. ആ പ്രതിയാണ് ഇപ്പോൾ ഇതാ ബോയിൻ കോളനിയിലൂടെ ഈ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് പോലീസ് എത്തിച്ചിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയോടുകൂടി, അതായത് ചുറ്റും പോലീസുകാർ നിന്ന് അതിന്റെ നടുക്ക് നിന്നാണ് ഇപ്പോൾ ഈ കൊലപാതകം നടത്തിയ കാര്യങ്ങളാണ്, അതാണ് പ്രതി വിശദീകരിക്കുന്നത്. ഈ
കൊലപാതകം നടത്തിയ സുധാകരനെ വെട്ടിക്കൊന്ന സ്ഥലത്താണ് ഇപ്പോൾ പ്രതിയുള്ളത്. ഈ പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കൃത്യമായി കാണാം. സുധാകരനെ ഇവിടെ വെച്ചാണ് ആ പ്രതി വെട്ടിക്കൊലപ്പെടുത്തിയ 6 ആഴത്തിലുള്ള മുറിവുകളായിരുന്നു. ആ കൊലപാതകം നടത്തിയ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അത് വിശദീകരിക്കുകയാണ് പ്രതി ഇപ്പോൾ ചെയ്യുന്നത്. 1 മണിക്കൂറോട് കൂടി തന്നെ ഈ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഒപ്പം തന്നെ ഇനി ലക്ഷ്മി അമ്മയെ കൊലപ്പെടുത്തിയ സ്ഥലത്ത് പ്രതി ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന പ്രതിയുടെ വീട്ടിലടക്കം ഇന്ന് തെളിവെടുപ്പുകൾ ഉണ്ടാകും. എന്തായാലും ഈ പ്രതി അതിപ്പോഴും ഒരു കൂസലുമില്ലാതെ അല്ലെങ്കിൽ കുറ്റബോധമില്ലാതെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. കാരണം ഒരു തരിമ്പ് പോലും ആ പ്രതിയുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസങ്ങളില്ല. ആദ്യ ദിവസം എങ്ങനെ പിടിച്ചോ ആ സമയത്ത് എന്തായിരുന്നോ പ്രതിയുടെ മുഖത്തുണ്ടായിരുന്ന ഭാവം, അതേ ഭാവത്തിൽ ഒരു കൂസലുമില്ലാതെ ഒരു കുറ്റബോധവുമില്ലാതെ തന്നെയാണ് പ്രതിയുള്ളത്. ഇപ്പോൾ പ്രതി ചെന്താമരയെ അയാളുടെ വീട്ടിലേക്ക് തെളിവെടുപ്പിനായി അന്വേഷണ സംഘം കൊണ്ടുപോയിരിക്കുകയാണ്. ഈ പ്രതി കൊലപാതകം ചെയ്തതിനു ശേഷം ഈ കൊലപാതകം നടത്തിയ വെട്ടുകത്തി ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്നത് ഈ പ്രതിയുടെ വീട്ടിലായിരുന്നു. അവിടെ നിന്നാണ് അന്വേഷണ സംഘം അത് വെട്ടുകത്തി കണ്ടെടുക്കുന്നത്. അവിടെ തെളിവെടുപ്പിനായി ഇപ്പോൾ ചെന്താമരയുടെ വീട്ടിലേക്ക് അന്വേഷണ സംഘം കൊണ്ടുപോയിരിക്കുന്നു. ഉടൻ തന്നെ അവിടുത്തെ തെളിവെടുപ്പിന് ശേഷം ഈ ലക്ഷ്മി അമ്മയുടെ അടക്കം ഈ പ്രതി ഒളിച്ചിരുന്ന സ്ഥലത്ത്, അതായത് ഈ മലനിരകൾക്കിടയിലാണ് പ്രതി ഒളിച്ചിരുന്നത്, അവിടെ അടക്കം ഇനി തെളിവെടുപ്പ് ഉണ്ടാകും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ജനരോക്ഷം അത് ഇപ്പോൾ തന്നെ പ്രകടമായി കാണാം. കാരണം ഈ പ്രതിയെ ആദ്യഘട്ടം മുതൽ തന്നെ ഈ പ്രതിക്കായുള്ള തെരച്ചിലിന്റെ ഘട്ടത്തിലും മറ്റുമൊക്കെ നാട്ടുകാർ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടത് പ്രതിയെ കയ്യിൽ കിട്ടിയാൽ അത് കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ പോലീസിനാണ് കിട്ടുന്നതെങ്കിൽ വധശിക്ഷ ഉൾപ്പെടെ പ്രതിക്ക് ഉറപ്പാക്കണം. അതിൽ കുറഞ്ഞതൊന്നും ഈ പ്രതി അർഹിക്കുന്നില്ല. കാരണം അതിക്രൂരമായാണ് ഒരു കുടുംബത്തെ ഒന്നാകെ ഈ പ്രതി ഇല്ലാതാക്കിയത്. അത് ഈ നാട്ടുകാർ ഒന്നാകെ ഒരേ സ്വരത്തിൽ ആവർത്തിക്കുകയാണ്. കാരണം ഒരു പ്രകോപനവും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ 2019 കൊല്ലപ്പെട്ട സജിതയാണെങ്കിൽ പോലും പ്രതിയുമായി നേരത്തെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ പ്രതി വെറും അന്ധവിശ്വാസത്തിന്റെ പേരിലാണ് വീട്ടിൽ കയറി സജിതയെ കഴുത്തറുത്ത് കൊല്ലുന്നത്. അതിനുശേഷം ഈ പ്രതി പിന്നീട് ഒളിവിൽ പോയി. 4 ദിവസത്തിന് ശേഷം പോലീസ് അയാളെ പിടികൂടി. പിന്നീട് അതേ കേസിൽ വിചാരണ നടക്കാനിരിക്കെയാണ് പ്രതി ജാമ്യത്തിലിറങ്ങുന്നത്. അതിനുശേഷം വീണ്ടും അതിക്രൂരമായ 2 കൊലപാതകങ്ങൾ, സജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരന്റെ അമ്മയെയും അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. നേരത്തെ പ്രതി പറഞ്ഞിരുന്നത് സുധാകരന്റെ വാഹനം ഇടിച്ചു, അതിലുണ്ടായ പ്രകോപനമാണ് പിന്നീട് സുധാകരനെ വെട്ടിക്കൊലപ്പെടുത്താൻ കാരണമായതെന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ആസൂത്രിതമായ കൊലപാതകമായിരുന്നു. നേരത്തെ തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. തന്റെ കുടുംബം ഇല്ലാതാക്കിയത്, അതായത് ഈ ഭാര്യ പിണങ്ങിപ്പോവാൻ കാരണം സുധാകരന്റെ കുടുംബം ചെയ്ത കൂടോത്രമാണ് എന്ന് വിശ്വസിച്ച് അതിലടക്കമായിരുന്നു ഈ പ്രതിക്ക് ഇവരോട് വൈരാഗ്യമുണ്ടായിരുന്നത്. അത് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ആ കാര്യങ്ങളിലേക്ക് കൂടിയാണ് ഈ കുറ്റകൃത്യം തെളിവെടുപ്പ് അല്ലെങ്കിൽ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രതിയെ വീട്ടിലെ തെളിവെടുപ്പിന് ശേഷം ചെന്താമരയുടെ വീട്ടിലെ തെളിവെടുപ്പിന് ശേഷം പുറത്തിറക്കിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ജനരോഷം അത് പ്രകടമായി തന്നെ കാണാം. അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അത്തരം ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ സുരക്ഷാ വലയങ്ങളും പോലീസ് ഒരുക്കുന്നുണ്ട്. 400ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് സുരക്ഷ ഉറപ്പാക്കാനായി എത്തിയിരിക്കുന്നത്. ഈ പോലീസിന്റെ നടുക്ക് ഈ പ്രതി അതിക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്ത സൈക്കോ ക്രിമിനൽ ഇപ്പോൾ നടന്നു വരുന്നു. ഇതാ ലക്ഷ്മി അമ്മയെ കൊലപ്പെടുത്തിയ സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിനുശേഷം രക്ഷപ്പെട്ട വഴിയാണ് ഇപ്പോൾ ഈ പ്രതി പോലീസിന് കാണിച്ചു കൊടുക്കുന്നത്. ഇവിടെ വെച്ചാണ് ഈ പ്രതി ഈ ലക്ഷ്മി അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അതായത് സ്വന്തം മകൻ മരണപ്രാളത്തിൽ പിടയുമ്പോൾ, അതിക്രൂരമായി കൊല ചെയ്യപ്പെടുമ്പോൾ നിലവിളിച്ചോടി വന്ന ലക്ഷ്മി അമ്മയെ, 78 വയസ്സുള്ള അമ്മയെ ഈ പ്രതി അതിക്രൂരമായി കൊല്ലുന്നു. അതിനുശേഷം ഈ മരണം ഉറപ്പിക്കാൻ തലയിലടക്കം വെട്ടിക്കൊല്ലുന്നു. അതിനുശേഷം ഈ പ്രതി ഓടി രക്ഷപ്പെട്ട സ്ഥലം, ആ വഴിയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഈ ലക്ഷ്മി അമ്മയെ കൊന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രതി വിശദീകരിക്കുകയാണ് പോലീസിന്.
എന്തായാലും ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ ക്രമസമാധാന പ്രശ്നങ്ങളും വരാതിരിക്കാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും പോലീസ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായ അല്ലെങ്കിൽ അതീവ സുരക്ഷാ വലയത്തിലാണ് ഈ പ്രതിയെ ബോയൻ കോളനിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടക്കുന്നത്. ഇപ്പോൾ പ്രതി അക്കാര്യങ്ങളെല്ലാം പോലീസിന് വിശദീകരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഈ പ്രതി രക്ഷപ്പെട്ട വഴികൾ അതടക്കമുള്ള അങ്ങോട്ടൊക്കെയാണ് ഇപ്പോൾ തെളിവെടുപ്പ് നീങ്ങുന്നത്. ഈ പ്രതി അത് വിവരിച്ചുകൊണ്ട് പോലീസിനെ അത് വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ പോകുന്ന കാഴ്ചയാണ്. അതായത് കൊലപാതകത്തിന് ശേഷം